അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുസ്ലിമായ നാം അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകണം. നാം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഒരാളെയും അനുകരിക്കേണ്ടവരല്ല. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുകയും മഹാന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബസംഗമങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പല കൂത്താട്ടങ്ങളും ഹറാമായ മ്യൂസിക്കുകളും ഡാൻസുകളും ഈ ഒരു മുസ്ലിം സമുദായത്തിലെ മൊത്തം കുടുംബത്തെയും ഹറാമിലേക്ക് കൊണ്ടെത്തിക്കുന്ന, പാവപ്പെട്ട ഖുർആനോതുന്ന, ദിക്ർ ചൊല്ലുന്ന നല്ല സദ്വൃത്തരായ ഉപ്പമാരെ ഹറാമിലേക്ക് എത്തിക്കുന്ന കുടുംബസംഗമങ്ങളായി നമ്മുടെ കുടുംബസംഗമങ്ങൾ മാറരുത്. കുടുംബസംഗമങ്ങൾക്കും കുടുംബം ചേർക്കുന്നതിനും ഇസ്ലാമിൽ വലിയ ബഹുമാനമുണ്ട്. എന്നെ ചേർത്തവരെ നീ ചേർക്കണേ അല്ലാ, എന്നെ മുറിച്ചവരെ നീ മുറിക്കണേ അല്ലാ എന്ന് കുടുംബബന്ധം അള്ളാഹുവിനോട് സംവദിച്ചത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. കുടുംബബന്ധം ചേർക്കുക എന്നതും കുടുംബസംഗമങ്ങൾ ചേരുക എന്നതും പുണ്യകർമ്മം തന്നെയാണ്. പക്ഷേ അള്ളാഹു വിലക്കിയ ഹറാമായ കാഴ്ചകളിലൂടെയും ഹറാമായ പ്രവർത്തനങ്ങളിലൂടെയും ഹറാമായ പ്രോഗ്രാമുകളിലൂടെയും ആവരുത് എന്ന് മാത്രം സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുന്നുണ്ട്. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീല വലബഖീതും കസീറ. ഞാൻ അറിയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കൂ, കൂടുതൽ സമയം കരയാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകവും ഖബറും മരണമൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അദൃശ്യമായ പല കാര്യങ്ങളും നമുക്ക് വരാനുണ്ടെന്ന് മനസ്സിൽ വിശ്വാസം കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവനെ അറിഞ്ഞു സ്നേഹിച്ച് അവന്റെ നരകത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. ജീവിതം നന്നാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.